ഹായ്, ഹലോ, നമസ്കാരം. ഓവർ തിങ്കിങ്. ഒരു ചെറിയ പനി വന്നാൽ മതി. ആ പനിയെക്കുറിച്ച് നമ്മളിങ്ങനെ ആലോചിച്ച് അതിനെ ഒരു ക്യാൻസർ രോഗത്തിൻ്റെ വക്കത്തെത്തിക്കാൻ കഴിവുള്ള ആളുകളാണ് നമ്മൾ. അതുപോലെ നമുക്ക് ജീവിതത്തിൽ സംഭവിക്കുന്ന ചെറിയ ചെറിയ കാര്യങ്ങളെ ഓർത്തിട്ട് ടെൻഷൻ അടിച്ച് അതിനെക്കുറിച്ച് ആലോചിച്ചിരുന്നിട്ട് അതിനെക്കുറിച്ച് ഒരു തീരുമാനം എടുക്കാനോ അതൊന്ന് പ്രവൃത്തിയിൽ വരുത്താനോ വയ്യാത്ത അവസ്ഥയിലേക്ക് നമ്മൾ എത്തിച്ചേരും. ഒരു ഡ്രസ്സ് വാങ്ങണമെങ്കിൽ ചിലരെ കാണാം, ഡ്രസ്സ് വാങ്ങിക്കണമെന്ന് ആഗ്രഹിക്കുന്ന അതേ സമയത്ത് തന്നെ ഏത് ഷോപ്പിൽ പോകണം, എങ്ങനെ പോകണം, അതുപോലെ അവിടെ പോകുമ്പോൾ തിരക്കുണ്ടാവുമോ, ക്വാളിറ്റിയുള്ള ഡ്രസ്സായിരിക്കും അവിടെ നിന്ന് കിട്ടുന്നത്. അതിനെക്കുറിച്ചുള്ള ആലോചനകളും ചിന്തകളും ആയിരിക്കും മുന്നോട്ട് അവർ എപ്പോഴും ആ സ്ഥലത്തെത്തുന്നിടം വരെയും ഉണ്ടായിക്കൊണ്ടിരിക്കുക. പിന്നെ ചിലർ ഭാവിയിൽ വരാനിരിക്കുന്ന കാര്യം, അല്ലെങ്കിൽ രണ്ടുപേരോട് സംസാരിക്കേണ്ട അവസ്ഥകളെക്കുറിച്ച്, എവിടെയെങ്കിലും ഒന്ന് ഇറങ്ങിപ്പോകേണ്ട അവസ്ഥ വന്നാൽ, ഏതെങ്കിലും ഒരു ഓഫീസിൽ കയറി പോകേണ്ട അവസ്ഥ വന്നാൽ, ഇതിനെക്കുറിച്ചെല്ലാം ഇങ്ങനെ ആവശ്യമില്ലാതെ ആലോചിച്ചുകൊണ്ടേയിരിക്കും. ആലോചിച്ച് അവർക്ക് ഊണും ഉറക്കവും എല്ലാം നഷ്ടപ്പെടും. ഭക്ഷണം കഴിക്കാൻ പറ്റാത്തൊരവസ്ഥ. ചിലരാണെങ്കിൽ അധിക ഭക്ഷണം കഴിക്കും ചിന്തകൾ കൂടുന്നതിനനുസരിച്ച്. ചിലർക്ക് ഉറക്കവും നഷ്ടപ്പെട്ട് ഭക്ഷണവും കഴിക്കാതെ അവരുടെ ഹെൽത്ത് വളരെ മോശമാകും. പിന്നെ ഒന്നും ചെയ്യാൻ വയ്യാത്തൊരവസ്ഥയിലേക്ക് എത്തിച്ചേരുകയാണ്. ആവശ്യമില്ലാതെ ഇങ്ങനെ ചിന്തിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് മറ്റുള്ളവരെ സ്നേഹിക്കാനോ അല്ലെങ്കിൽ നമ്മുടെ സൗഹൃദങ്ങളും നമ്മുടെ റിലേഷൻഷിപ്പുകളും നമ്മുടെ വ്യക്തിബന്ധങ്ങളെല്ലാം തകരാറിലേക്ക് പോകും. കാരണം അവർക്കൊക്കെ കൊടുക്കേണ്ട സ്നേഹം കൊടുക്കാനോ അവരോടൊക്കെ കൊടുക്കേണ്ട കരുതലോ കാര്യങ്ങളോ ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് നമ്മൾ എത്തിച്ചേരും. കാരണം നമുക്കെപ്പോഴും ഭാവിയിൽ സംഭവിക്കുന്ന അല്ലെങ്കിൽ കഴിഞ്ഞുപോയ വർഷങ്ങൾക്ക് മുന്നേ കഴിഞ്ഞുപോയ ആ ഒരു കാര്യത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പം അല്ലെങ്കിൽ ആരെങ്കിലും നമ്മളെ ട്രാപ്പ് ചെയ്തതോ അല്ലെങ്കിൽ ഒരു ബ്രേക്കപ്പ് ഉണ്ടായതോ അല്ലെങ്കിൽ ആരെങ്കിലും നമ്മളിൽ നിന്ന് മരണം മുഖാന്തരം വേർപെട്ടു പോയതോ, ഈ ഒരു അവസ്ഥ അതെന്ന് കഴിഞ്ഞു പോയതാണോ അവിടെ തന്നെയാണ് നമ്മുടെ മനസ്സുകൊണ്ട് നമ്മൾ നിൽക്കുന്നത്. ഇപ്പം നമ്മുടെ കയ്യിൽ നിന്നൊരു വസ്തു താഴെ വീണാൽ ആ വസ്തുവിൽ അഴുക്ക് പറ്റിയാൽ നമ്മളത് എടുത്ത് കഴുകി വീണ്ടും ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. അതല്ലാതെ ആ അഴുക്ക് പറ്റിയ സാധനം കൈ പിടിച്ച് കുറച്ച് സമയം അല്ലെങ്കിൽ ലൈഫ് ലോങ് അങ്ങനെ കൊണ്ട് നടക്കുകയൊന്നും ചെയ്യില്ലല്ലോ. എന്ന് പറഞ്ഞതുപോലെയാണ് നമ്മുടെ ജീവിതത്തെ കഴിഞ്ഞു പോയ മുറിവുകളെ, പലയിടത്തു നിന്നും നമുക്ക് നല്ല മുറിവുകൾ ഉണ്ടായിട്ടുണ്ടാവും. നമ്മുടെ മനസ്സ് വേദനിക്കുന്ന ഒരുപാട് കരഞ്ഞിട്ടുള്ള അവസ്ഥകളുണ്ടായിരിക്കും. ആ അവസ്ഥകളിൽ അതിന് മുമ്പ് കിട്ടിയിട്ടുള്ള നന്മകൾ, അതിൽ നിന്ന് അല്ലെങ്കിൽ ചെറിയ പാഠങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. അതിനെ ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക. അതല്ലാതെ അവിടെ തന്നെ കടിച്ചു തൂങ്ങി അങ്ങനെ നിന്ന് നമുക്ക് ഈ ഭൂമിയിൽ ഒരു കൊച്ചു ജീവിതമുള്ളൂ. ആ ജീവിതത്തിൽ നമുക്ക് കിട്ടാവുന്ന എല്ലാ സൗഭാഗ്യങ്ങളും നന്മകളും അതെല്ലാം കണ്ടെത്താനും അതിലൂടെ ജീവിച്ചു മരണത്തിലേക്ക് എത്തിച്ചേരാനുമായിട്ട് ശ്രമിക്കുക. അതല്ലാതെ ഈ ഒരു അവസ്ഥയിൽ നിന്നുകൊണ്ട് ഇങ്ങനെ ഒരേ കാര്യത്തെക്കുറിച്ച് ആലോചിച്ച് ആ മുറിവുകളെ വ്രണപ്പെടുത്തിക്കൊണ്ട് വീണ്ടും വീണ്ടും അതിനെക്കുറിച്ച് മാത്രം ഓർമ്മിച്ച് നമ്മുടെ എല്ലാ നന്മകളെയും മറന്നുകൊണ്ട് ഒരു മാനസിക രോഗിയായിട്ട് അല്ലെങ്കിൽ മറ്റുള്ളവരാൽ വെറുക്കപ്പെട്ട് മറ്റുള്ളവരെ സ്നേഹിക്കാതെ കടന്നു പോകുന്നതിൽ എത്രയോ നല്ലതാണ് ചിന്തകളെ ഒഴിവാക്കാൻ ശ്രമിക്കുക. ആവശ്യമുള്ളത് മാത്രം ചിന്തിക്കുക, ആവശ്യമില്ലാത്തിടത്ത് വേണ്ട എന്ന് വയ്ക്കുക. ഇപ്പം ഒരു വ്യക്തിയെക്കുറിച്ച് അല്ലെങ്കിൽ നമ്മുടെ ഭാവിയെക്കുറിച്ച്, നമ്മുടെ മക്കളെക്കുറിച്ച്, അവരുടെ ഭാവി ഇങ്ങനെയായിരിക്കും, അങ്ങനെയാവും, ഞാനില്ലെങ്കിൽ എന്ത് ചെയ്യും, അല്ലെങ്കിൽ അവരുടെ വിദ്യാഭ്യാസം, ഓരോ കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ഓവറായിട്ട് തിങ്ക് ചെയ്തിട്ടൊന്നും ഒരു കാര്യമില്ല. ഓരോരുത്തരുടെയും ഓരോ വ്യക്തികളുടെയും ജീവിതത്തിൽ സംഭവിക്കേണ്ട കാര്യങ്ങൾ അത് ആ നിമിഷത്തിൽ വന്ന് കടന്നു പോയിക്കൊണ്ടേയിരിക്കും. അടുത്ത നിമിഷം സംഭവിക്കേണ്ട കാര്യത്തെക്കുറിച്ച് നമ്മൾ ആലോചിച്ചുകൊണ്ടിരുന്നാൽ ഒരു കാര്യവും നടക്കില്ല. നമുക്കൊന്നും ചെയ്യാൻ കഴിവുള്ള ആളുകളില്ല. പക്ഷെ നമ്മൾ നമ്മുടെ സന്തോഷങ്ങളും കാര്യങ്ങളും കണ്ടെത്താൻ വേണ്ടിയിട്ട് നമ്മുടെ ജീവിതത്തെ ഉപയോഗിക്കുക, നമ്മുടെ ചിന്തകളെ, നമ്മുടെ പ്രവൃത്തികളെ. അല്ലാതെ ഇങ്ങനെ ചിന്തിച്ച് മനുഷ്യൻ്റെ ആയുസ്സും ആരോഗ്യവും ഒക്കെ അതിലൂടെ കടത്തിവിട്ട് അവസാന നിമിഷം എത്തുമ്പം ദൈവം എന്ന് പറയുന്ന ഒരു ശക്തി ഉണ്ടെങ്കിൽ അത് നമ്മളോട് ചോദിക്കും, ഭൂമിയിൽ നിനക്ക് പ്രവർത്തിക്കാനായിട്ട് തന്നിരുന്ന അവസരങ്ങളൊക്കെ നീ പ്രവർത്തിച്ചിട്ടുണ്ടോ, അതൊക്കെ സന്തോഷമായിട്ട് വിനിയോഗിച്ചിട്ടുണ്ടോ, മറ്റുള്ളവരെ സ്നേഹിച്ചിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പം അതിനൊക്കെ നമുക്ക് ഒന്നും ഞാൻ ചെയ്തിട്ടില്ല എന്ന് പറയേണ്ട ഒരവസ്ഥയിലേക്ക് എത്തിച്ചേരാതെ ഈ ഓവർ തിങ്കിങ്ങിനെ ഒഴിവാക്കുക. മാക്സിമം നല്ല കാര്യങ്ങൾ, ഇപ്പം വിശുദ്ധ ഗ്രന്ഥങ്ങൾ വായിക്കാൻ ശ്രമിക്കുക. അതുപോലെ
പാട്ട് കേൾക്കാൻ ശ്രമിക്കുക. പിന്നെ ഓരോ കഴിവുകളും വാസനകളും ഉള്ള വ്യക്തികളായിരിക്കും. പഴയ കാലത്ത് അവർ ഒരുപാട് നമ്മളൊക്കെ ഓരോരുത്തർക്കും ഓരോ കഴിവുകളുണ്ടായിരിക്കും. അതിനെല്ലാം ഒരു പെട്ടിയിലിട്ട് പൂട്ടിക്കെട്ടി നമ്മൾ വെച്ചിരിക്കുകയാണ്. ആ പെട്ടിയൊക്കെ ഒന്ന് തുറന്ന് അതിനെയൊക്കെ ഒന്ന് പൊടി തട്ടിയെടുത്ത് അതിലൂടെ സന്തോഷം കണ്ടെത്താൻ ശ്രമിക്കുക. ആരും നമുക്ക് പ്രത്യേകിച്ച് സന്തോഷങ്ങളൊന്നും കൊണ്ടുതരില്ല. ഒരു വ്യക്തിയും നമ്മുടെ ചിന്തകളെ മാറ്റാനായിട്ട് കഴിയില്ല. നമ്മൾ സ്വയം ശ്രമിക്കണം. നമ്മുടെ ചിന്തകളെ നമ്മുടെ നിയന്ത്രണത്തിലാക്കണം. ചിന്തകൾ നമ്മളെ നിയന്ത്രിക്കാനുള്ള അവസരം ചിന്തകൾക്ക് കൊടുക്കാതെ നമ്മൾ ചിന്തയെ നിയന്ത്രിച്ച് പ്രാക്ടിക്കലായിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്ത് ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുക. അതുപോലെ സന്തോഷമായിരിക്കാൻ, എപ്പോഴും സന്തോഷമായിരിക്കാൻ വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യുക. ജീവിതം എന്ന് പറയുന്ന ഒരു കുമിള പോലെയുള്ളൂ, എപ്പോൾ വേണേലും പൊട്ടിത്തീരാം. നമ്മൾ ഇത്രയും കാലമൊക്കെ ജീവിച്ചിരുന്നത് ദൈവത്തിൻ്റെ കൃപ കൊണ്ടാണ്. ദൈവം നടത്തിയിട്ടാണ് നമ്മളെല്ലാം വന്നത്. നമ്മളോടൊപ്പം ഉണ്ടായിരുന്ന ആളുകൾ, നമ്മൾ കണ്ടിട്ടുള്ളവർ, ഒപ്പം പഠിച്ചവരൊക്കെ ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടു. അപ്പം നമ്മളൊക്കെ ഇന്ന് ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ സമൂഹത്തിന് നന്മ ചെയ്യാനും നമ്മളിൽ നന്മ കണ്ടെത്താനും സ്വയം സ്നേഹിക്കാനും സമൂഹത്തിന് നന്മ ചെയ്യുമ്പോഴൊക്കെ നമ്മുടെ ഈ ഓവർ തിങ്കിങ് അങ്ങ് മാറിക്കിട്ടും. മറ്റുള്ളവർക്ക് ചെറിയ നന്മ ചെയ്യുമ്പം നമുക്കൊരു സന്തോഷം കിട്ടും. അങ്ങനെ പല നന്മകൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക. മാക്സിമം അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊക്കെ ശ്രദ്ധ തിരിക്കുക. പിന്നെ ഇതുകൊണ്ടൊന്നും നമുക്കതിൽ നിന്ന് റിക്കവർ ചെയ്ത് പോരാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഹോർമോണൽ ഇംബാലൻസ് ഉണ്ടാവും എന്ന് ചെക്ക് ചെയ്യുക, ഹോർമോൺ ചെക്ക് ചെയ്യുക. അതുപോലെ തന്നെ വൈറ്റമിൻസ് നമ്മുടെ ശരീരത്തിൽ ഡെഫിഷ്യൻ്റ് ആയിട്ടുണ്ടോ എന്ന് നോക്കുക. ഇപ്പോൾ വൈറ്റമിൻ ഡി ഒക്കെ ഡെഫിഷ്യൻസി ഉണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഇങ്ങനത്തെയുള്ള ഓവർ തിങ്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പം അതിനെയൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് അതിനുള്ള മെഡിസിനും കാര്യങ്ങളൊക്കെ എടുത്ത് എന്നിട്ടും നമുക്ക് ഇത് നിയന്ത്രിക്കാൻ പറ്റുന്നില്ല എന്നുള്ളൊരവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നതെങ്കിൽ നല്ലൊരു കൗൺസിലിങ്ങിന് പോവുക, നല്ലൊരു കൗൺസിലറെ കാണുക, അവരോട് കാര്യങ്ങൾ തുറന്നു പറയുക, അതല്ലെങ്കിൽ സൈക്യാട്രിസ്റ്റിനെ കാണുക. എന്നിട്ട് ജീവിതത്തെ സന്തോഷത്തോടു കൂടി മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ എല്ലാവർക്കും സ്നേഹം, നന്ദി, നമസ്കാരം.